അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊലയിൽ നിന്ന് ആരംഭിക്കാം അല്ലേ മിനിമേ? ഹൈ മറ്റേ സിനിമ എന്താ ഒരു കൊല അല്ലേ? അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത് നമ്മളുടെ പൂവൻ പഴമാണ്. അപ്പോൾ ഇത് എറണാകുളത്തേക്ക് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആ മറിച്ചോ? ഓഹ്, ഇത് മൊത്തം ഇപ്പം മറിഞ്ഞു വീടുമല്ല. എൻ്റെ അമ്മ, പൈപ്പ് പൈപ്പ് പൈപ്പ്. ഓ ഏ വാക്കത്തി എടുത്തുണ്ടോ? ആ എന്താ അങ്ങനെ അങ്ങനെ ഇതെന്താണ്? ആ ഫോട്ടോ എടുക്കും. കർഷകശ്രീ അവാർഡ് മേടിക്കാം. അച്ചായി ഒന്ന് തട്ടി തോളെ കയറ്റി വെച്ച് നോക്കി. 50 കിലോ ഉണ്ടാ? സംഭവം അടിപൊളിയാ. എന്തുണ്ട് സൂര്യൻ ചേട്ടൻ്റെ ലുക്കെന്ന് നോക്കി. ഓ പൊളിയാണ് കേട്ടോ. അന്തരീക്ഷം മഴയൊന്നും ഇല്ലാത്ത കാരണം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പൊളി ലുക്കാണ്. ഓ അപ്പോൾ ഒരു ബ്ലോക്ക്, എന്തുട്ട് ബ്ലോക്കായത്, എന്തുട്ട് ബ്ലോക്കായി ഇഷ്ടാ അല്ലേ? അത് ഏതിലാണ് അപ്പം അങ്ങനെ ഒരു ഡയലോഗ് പറയണത്? ആ അത് തന്നെ, നമ്മളുടെ മോഹൻലാലിൻ്റെ പഴയ പടം ഉണ്ടല്ലോ, തൃശ്ശൂർക്കാരുടെ ഏറ്റവും സൂപ്പർ ഹിറ്റ് പടം. എന്തുട്ട് വാളാ ചങ്ങാതി വെക്കണേ. ഹൈ ഇനി വാളാങ്ങണ്ട് വെച്ച ചവിട്ടും ശവി. ആ പടത്തിൻ്റെ പേരെന്താണ്? തൂവാനത്തുമ്പികൾ. യെസ്, 1 രാഗം പാടി. എന്ത് പടമുള്ളത്. ആ പടത്തിലാണ് ആദ്യമായിട്ട് തൃശ്ശൂർക്കാരുടെ ഒരു സ്ലാങ്ങിൻ്റെ സാധനം വന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ പ്രാഞ്ചിയേട്ടം വരെ പൊളി. അപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ ഒരു ഡ്രൈവിങ്ങിന് പോയിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ സൂര്യനെ കാണാനായിട്ട് ഭയങ്കര ഭംഗി. അതുകൊണ്ട് ഒന്ന് സൂര്യനെ ഒന്ന് കളർഫുള്ളാക്കാൻ തീരുമാനിച്ചു. സൂപ്പറാട്ടാ. അത് കൂടാതെ ഇവിടെ കുറേ ഡെവലപ്മെൻ്റ് ഒക്കെ നടന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു കൺവെൻഷൻ. എന്താണ് റീനാന്നാ എന്താ എഴുതിയേക്കണ മീനു? റീംന്നോ അങ്ങനെ കണ്ടൊക്കെയാണ് ആ കൺവെൻഷൻ്റെ പേര്. മാരേജൊക്കെ നടക്കുന്നൊരു ഗംഭീര സ്ഥലം. പൊളിയാട്ടോ. ഇത് കണ്ടില്ലേ, ഞങ്ങളിത് ഡ്രൈവ് ചെയ്ത അവസാനം തിരുവരാണിക്കുളം പാലം എത്തിയപ്പോഴത്തേക്കും ആളുകൾ കാറ്റ് കൊള്ളാനായിട്ട് എന്തോരം ഭായിമാരും ഒക്കെയാണ് വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. എനിക്കിപ്പോൾ ഇത് ഈ പാലം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളുടെ ഏത് സ്ഥലമെന്ന് അറിയാമോ? ഇവിടെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട്. അപ്പോൾ ഈ സ്ഥലം എനിക്ക് ഓർമ്മ പിഴല പാലം പോലെ എനിക്കിപ്പോൾ ഓർമ്മ വരും. പിഴല പാലം ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഡെവലപ്മെൻ്റാണ്. കാണാത്തവർ അവിടെ പോയി ഒന്ന് കണ്ടു നോക്കട്ടെ ഒരു ദിവസം. പൊളിയാണ് പൊളി. അന്തരീക്ഷമാണെങ്കിൽ ഇതിൽ കൂടി നോക്കുമ്പോൾ സൂപ്പർ, ഒരു രക്ഷയില്ലാത്ത വൈബ്. ഇത് കണ്ടില്ലേ, പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ പുത്തൻ പുരക്കൽ റെസിഡൻസി. പക്ഷേ ബാറാണ്ട ഗൈസ്. തിരുവരാണിക്കുളം ക്ഷേത്രം തൊട്ട് മുമ്പിലാണ്. അതിൻ്റെ അപ്പുറത്ത് പുറകിലായിട്ട് ബാർ, BAR ബാർ. പക്ഷേ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരെയായിട്ടാണ്. പക്ഷെ പാലം ഇറക്കത്തിൽ തന്നെ. ഇത്രയും നാളുണ്ടായിരുന്നില്ല, വളരെ കുറച്ച് നാളുകളെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതേ തിരുവരാണിക്കുളം ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ തിരിക്കാം. കണ്ടതേ, ഇതാ ആർച്ച് കാണുന്നത് കൃഷ്ണൻ്റെ അമ്പലത്തിലാണ്. അപ്പോൾ തിരുവരാണിക്കുളം ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ ഇപ്പുറത്തും ആ അമ്പലത്തിലും ഉത്സവം സെയിം ടു സെയിം ഡേറ്റിലാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഡ്രൈവിങ്ങിനെ വന്നതാണ്. അടിപൊളി. അപ്പോൾ തിരിച്ചു പോവാം അല്ലേ? വാട്ട് എ ബ്യൂട്ടി ഞാൻ. ഓഹോ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പുത്തൻ പുറയ്ക്കൽ എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെതാണ്. ബാറാണ് തൊട്ടപ്പുറത്ത്. അത് ഭയങ്കര ലൈറ്റൊക്കെ ഇട്ട് നല്ല ഗംഭീരമാക്കിയിട്ടുണ്ട്. ഈ നമ്മുടെ തിരുവാരൂർ പാലത്തിൻ്റെ
ഇറക്കിലാണ് ആ ഇരിക്കുന്ന സ്ഥലം ഇരിക്കുന്നത്. എന്നാ ബ്യൂട്ടിയാണല്ലേ. നേച്ചറൊക്കെ എന്താ പറയുക ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വേണം. ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈ സന്ധ്യാസമയത്ത് ഭയങ്കര ഭംഗിയായിരിക്കും. മഴയൊന്നും ഉണ്ടാകരുത് അല്ലേ. പുറകിലൊക്കെ നോക്കുമ്പോൾ എന്താണ് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. എവിടെ വഞ്ചി? അവിടെ ഒരു വഞ്ചി ഉണ്ടല്ലോ, പക്ഷേ മൊബൈലിൽ കിട്ടുമെന്നറിയില്ല. അങ്ങേയറ്റം വരെ. അപ്പുറത്തെ സൈഡിൽ കാർ ഒരെണ്ണം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ജങ്കാർ വരുന്നൊരു ജെട്ടി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ നല്ലൊരു സ്വിഫ്റ്റ് കാറ് ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു വഞ്ചിയൊക്കെ ഉണ്ട്. വാവ്, ബ്യൂട്ടിയാണ് കേട്ടോ ഗ്യാസ്, ബ്യൂട്ടി. അതെന്താണത് വെള്ളത്തിൽ കാണുന്നത്? ആളാണോ നീന്തണത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനമോ? ഹലോ, എടിയാ അവിടെ വെള്ളത്തിൽ ആരോ ഉണ്ട്. നീന്തനാണെന്ന് തോന്നുന്നു. നീന്തനാണ വേറെ വല്ല സാധനമാണെന്ന് അറിയില്ല. നീ വാ. മാക്സിമം സൂമിങ് ആണ്, അപ്പോൾ അത് കൃത്യമാകുന്നില്ല. ഇത് ഒരാളാണ് അപ്പുറത്തുനിന്ന് അക്കരയിൽ ഇക്കരയിലേക്ക് നീന്തുകയാണ്. പരിശ്രമമാണ് അദ്ദേഹത്തിൻ്റെ. എന്തായാലും ഇക്കരയിലോട്ട് എത്തട്ടെ ദൈവമേ. ആളുകൾ വെയിറ്റിംഗ്. ഞങ്ങളുടെ രാത്രി ആയപ്പോഴത്തേക്കും ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. എടാ മോനെ കള്ള ഹുടുക, ആ സിനിമ കാണാൻ പോവുകയാണ്. കള്ള ഹുടുക ഞാൻ ചേർത്താണ്ട ഗൈസ്. ആവേശം കാണാൻ പോകണം. ആര്യപ്പണ്ണിൻ്റെ ഹിപ്സ്റ്ററിയും പിന്നെ ആരൊക്കെയാണ് ആര്യപ്പണ്ണിൻ്റെ ഫേവറേറ്റ് യൂട്യൂബേഴ്സിൽ ഒരാളാണ് ഹിപ്സ്റ്റർ അല്ലേ, ഹിപ്സ്റ്റർ ഗെയിം. അപ്പോൾ ആ പയ്യൻ്റെ പുതിയ ഫിലിമാണ് അവൻ്റെ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ പെരുമ്പാവൂരിലുള്ള EVM തിയേറ്ററിലാണ് പോകുന്നത്. ലെറ്റ്സ് ഗോ ഗൈസ് അല്ലേ. യെസ്. എങ്ങനെയുണ്ട് മോനെ? എടാ മോനെ സിനിമ അല്ലേ? രംഗണ്ണൻ സൂപ്പറാണല്ലേ. രംഗണ്ണൻ പൊളിയാണോ? ഹിപ്സ്റ്ററിന്റെ ഡാൻസ് ഒന്നും ഇല്ലല്ലോ. ഡാൻസ് ഇതുവരെ ഒന്നും കണ്ടില്ലല്ലോ. അതും മെലിഞ്ഞേക്കണായിരിക്കുള്ളൂ. സംഭവം ഇതുവരെ കണ്ടതിൽ കുഴപ്പമില്ല അല്ലേ. മോനെ എങ്ങനെയുണ്ടായി ഞങ്ങളുടെ ആവേശം? കള്ള ഹുടുക പറയ്, എങ്ങനെയുണ്ടായി? എടാ മോനെ മിണാണ്ടി എന്താണ് പറഞ്ഞോടി വെച്ചത്? കള്ള ഹുടുക ഇഷ്ടപ്പെട്ട? അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്ന് സെക്കൻഡ് ഷോ EVM പെരുമ്പാവൂരിൽ പോയി കണ്ടിട്ട് വന്നേ ഉള്ളൂ. പടം കിടുക്കുവാച്ചിയാണ്. കൊച്ചു പറഞ്ഞ് ത്രില്ലർ എന്ന് ആര്യപ്പെണ്ണ് പറയുന്നത്. പക്ഷേ ഇഷ്ടപ്പെടും എല്ലാവർക്കും. ഫഹദിൻ്റെ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു അഭിനയമാണ്. അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ത്രില്ലർ അങ്ങനെയൊന്നും വിചാരിക്കുന്നു. ഒരു ഫുൾ ഫൺ എൻ്റർടൈൻമെൻറ്റ് ഫിലിമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെയധികം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ ഞാൻ ജസ്റ്റ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നാളെ പുതിയൊരു വ്ളോഗിൽ കാണാം. തത്തക്കലേ ശുഭരാത്രി. സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും പോയി കിടന്നുറങ്ങിക്കോളൂ. ബൈ. നാളെ കാണാം അടുത്ത വീഡിയോയിൽ. See you. Bye.